ബാക്ക് ടു സൈലം ബാങ്കിങ്. ഈ വർഷത്തെ 2025 ബാങ്ക് എക്സാമിന്റെ സീസൺ SBI PO പ്രിലിംസോട് കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഓഗസ്റ്റ് 4-5 തീയതികളിലായിട്ട് വ്യത്യസ്ത ഷിഫ്റ്റുകളിലായിരുന്നു നമ്മളുടെ SBI PO പ്രിലിംസ് കഴിഞ്ഞത്. ഒരുപാട് ആസ്പിരൻസ് എത്രയായിരിക്കും കട്ട് ഓഫ് വരിക? എല്ലാ ഷിഫ്റ്റും ഒരേപോലെ ആയിരുന്നോ? അല്ലെങ്കിൽ നമുക്ക് ക്വാണ്ടും റീസണിങ്ങും ഇംഗ്ലീഷിന്റെ ഡിഫിക്കൽറ്റി ലെവൽ എന്തായിരുന്നു? ഈസി ആയിരുന്നോ ക്വസ്റ്റ്യൻസ്? എത്ര വരാൻ ചാൻസ് ഉണ്ട് കട്ട് ഓഫ്? നമുക്കൊരു കാര്യം ചെയ്യാം, എല്ലാ ഷിഫ്റ്റും നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. എത്രയായിരിക്കും വരാൻ സാധ്യതയുള്ളത്? എല്ലാവരും എക്സാംസ് എഴുതിയ എല്ലാ ആസ്പിരൻസും എത്രയായിരിക്കും കട്ട് ഓഫ് എന്നൊരു ചിന്തയിലായിരിക്കും. നമുക്കതൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് ഒന്ന് നോക്കിയാലോ. കഴിഞ്ഞ വർഷത്തെ വേക്കൻസിയും ഈ വർഷത്തെ വേക്കൻസിയും ഓൾമോസ്റ്റ് സെയിം ആണ്. കുറവായിരുന്നു വേക്കൻസി അല്ലെ. കഴിഞ്ഞ പ്രാവശ്യം 500+ ആയിരുന്നു. ഈ കൊല്ലം 600+ വേക്കൻസി ആണ് നമുക്കുള്ളത്. കഴിഞ്ഞ വർഷത്തെ ജനറലിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 61.75 ആണ്. ഞാൻ ആദ്യമേ ഇത് പറയുന്നത് ഞാൻ വെറുതെ ഫേക്ക് ആയിട്ട് നിങ്ങളോട് അത്രേ വരൂ ഇത്രേ വരൂ എന്ന് പറയുന്നതിനെക്കാട്ടിലും നമ്മൾ റിയൽ ആയിട്ട് അനലൈസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് അല്ലെ. കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യവും നമുക്ക് 500+ വേക്കൻസീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ കട്ട് ഓഫ് വന്നത് 61.75 ആണ്. നമ്മൾ എപ്പോഴും PO റേഞ്ചിലേക്ക് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ PO എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ മോക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ആസ്പിറൻസിനോട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ 60 റേഞ്ച് ഉറപ്പായിട്ടും പിടിക്കണം അല്ലെ. 60 റേഞ്ച് നിങ്ങൾ നോക്കണം, അല്ലെങ്കിൽ സേഫ് അറ്റംപ്റ്റ് എന്ന് നമ്മൾ പറയാറുണ്ട്. പിന്നെ എക്സാമിന്റെ ഡിഫിക്കൽറ്റി ലെവലും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് എത്ര കട്ട് ഓഫ് വരും എന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കട്ട് ഓഫ് എന്ന് പറയുന്നത് ഇപ്പൊ വേക്കൻസിയെ മാത്രം, അല്ലെങ്കിൽ വേക്കൻസി, എക്സാമിന്റെ ഡിഫിക്കൽറ്റി, എത്ര പേര് എക്സാം എഴുതി, ഇതിനെ എല്ലാത്തിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കട്ട് ഓഫ് വരിക. ഇനി നമുക്ക് നമ്മളുടെ ഓരോ ഷിഫ്റ്റും നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. 4-ാം തീയതി എക്സാം നമ്മുടെ ഷിഫ്റ്റ് 1. നമുക്ക് പ്രിലിംസിന് 3 സബ്ജക്ട് മാത്രമാണ് ഉണ്ടായിരുന്നത് അല്ലെ. റീസണിംഗ്, ക്വാണ്ട് ആൻഡ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത്. ടോട്ടൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 40, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് 30, ദെൻ റീസണിങ്ങിന് 30. ഇതായിരുന്നു നമ്മളുടെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്. ആദ്യത്തെ ഷിഫ്റ്റില് ആദ്യം ഇംഗ്ലീഷിന്റെ കാര്യം പറയട്ടെ. ഇംഗ്ലീഷ് 40 ക്വസ്റ്റ്യൻ, നമുക്ക് സെക്ഷണൽ ടൈമിംഗ് ഉണ്ട് 20 മിനിറ്റ്. ഇപ്പൊ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതൽ അല്ലെങ്കിൽ പാറ്റേൺ ചേഞ്ച് വന്നത് ശരിക്കും കഴിഞ്ഞ വർഷം മുതലാണ് അല്ലെ. 40 ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിനാക്കി, ക്വാണ്ടിന്റെയും റീസണിങ്ങിന്റെയും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കുറച്ചു. പക്ഷേ നമ്മുടെ സെക്ഷണൽ ടൈമിംഗ് സെയിം തന്നെയാണ്, യാതൊരു വ്യത്യാസവും ഇല്ല. അങ്ങനെ പാറ്റേൺ ചേഞ്ച് വന്ന SBI PO എക്സാം കഴിഞ്ഞ വർഷത്തേതായിരുന്നു അല്ലെ. അപ്പൊ ഈ വർഷവും അതേ പാറ്റേണിൽ തന്നെയാണ്. ഈ 40 ക്വസ്റ്റ്യൻ 20 മിനിറ്റേ ഉള്ളത് എന്നതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് അത്യാവശ്യം ഈസി ആയിരുന്നു നമ്മളുടെ ഓൾമോസ്റ്റ് എല്ലാ ഷിഫ്റ്റും. നന്നായിട്ട് അത്യാവശ്യം ഇംഗ്ലീഷ് സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു 30+ അറ്റംപ്റ്റ് ചെയ്ത ഒരുപാട് ആസ്പിറൻസ് ഉണ്ട്. ഇംഗ്ലീഷിന്റെ മാത്രം കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പാരാജമ്പിൾസ് ആയിക്കോട്ടെ, ക്ലോസ് ടെസ്റ്റ് ആയിക്കോട്ടെ, കോളം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, RC ആയിക്കോട്ടെ, എല്ലാ ടോപ്പിക്സിൽ നിന്നും ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അത്യാവശ്യം ഇംഗ്ലീഷ് സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർക്ക് 30+ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. 28+ ഒരു 30+ അറ്റംപ്റ്റ് ഓൾമോസ്റ്റ് എല്ലാ ഷിഫ്റ്റിലും നല്ല രീതിയിൽ ഇംഗ്ലീഷ് സ്ട്രോങ് ആയിട്ടുള്ളവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമ്മളുടെ ഏറ്റവും വില്ലൻ കഥാപാത്രം നമുക്ക്, അല്ലെങ്കിൽ നമ്മളുടെ ഇംഗ്ലീഷ് ഓൾമോസ്റ്റ് സെയിം ആയതുകൊണ്ട് എല്ലാ ആസ്പിറൻസിനും ഒരേപോലെ അത് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് ക്വാണ്ടും റീസണിങ്ങും ആണ് നമുക്ക് നോക്കേണ്ടത് അല്ലെ. അപ്പോ റീസണിങ്ങിലേക്ക് വരാം. ആദ്യത്തെ ദിവസം ഈസി ടു മോഡറേറ്റ് നമുക്ക് പറയാം. നമ്മൾ ഈ എല്ലാ ഷിഫ്റ്റിലും കണ്ടുവന്ന ഒരു കാര്യം പറഞ്ഞോട്ടെ. റീസണിങ് 30 ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അപ്പൊ നമ്മൾക്ക് റീസണിങ്ങിനകത്ത് പ്രിലിംസിന് നമ്മൾ രണ്ടായി എപ്പോഴും ക്ലാസിഫൈ ചെയ്ത് പറയാറുണ്ട്. മിസ്ലേനിയസ് ടോപ്പിക്സ് എന്നും പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് എന്നും. 30 ക്വസ്റ്റ്യനേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മിസ്ലേനിയസ് കുറച്ച് കൂടുതൽ ചോദിക്കും എന്ന് നമ്മൾ വിചാരിച്ചെങ്കിൽ തെറ്റി. കൂടുതലും ചോദിച്ചത് എന്താണ്? പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ്. മിസ്ലേനിയസിൽ നിന്ന് ചോദിച്ച നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കുറവായിരുന്നു. അല്ലെങ്കിൽ ഓരോ ഷിഫ്റ്റിൽ ചോദിക്കുന്ന മിസ്ലേനിയസ് ടോപ്പിക്ക് ഒരെണ്ണമൊക്കെയാണ്. ഇപ്പൊ ഒരു ഷിഫ്റ്റിൽ ഡയറക്ഷൻ ടെസ്റ്റ് മാത്രമാണ്, ബാക്കി എല്ലാം പസിൽസ് ആയിരുന്നു. അത് 2 വേരിയബിൾ പസിൽസും ഉണ്ടായിരുന്നു, 1 വേരിയബിൾ തന്നെ ഇപ്പൊ ഡിഫറെന്റ് ഡയറക്ഷൻ ബേസ്ഡ് ഉണ്ടായിരുന്നു. ചില പസിൽസ് ഒക്കെ അത്യാവശ്യം നല്ല പ്രാക്ടീസ് ഉള്ള ആസ്പിറൻസിന് ഒരു 22+ ഒക്കെ ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നല്ല രീതിയിൽ, അതായത് ബിഗിനേഴ്സിന്റെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. കൺസിസ്റ്റന്റ് ആയിട്ട് ടോപ്പിക്സ് എല്ലാം കവർ ചെയ്തിട്ട് ഡെയിലി ബേസിസിൽ പ്രാക്ടീസ് ചെയ്ത ഒരാളെ സംബന്ധിച്ച് ഉറപ്പായിട്ടും 22+ ഒക്കെ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷിഫ്റ്റ് തന്നെയായിരുന്നു ഷിഫ്റ്റ് 1. ഇനി ഒരു
കാര്യമുണ്ട്, നമ്മൾ എക്സാം അറ്റംപ്റ്റ് ചെയ്യുന്ന ഒരു രീതി കൂടെ ഉണ്ട്. ഇപ്പൊ ഏതെങ്കിലും ഒരു പസിൽസിൽ നിങ്ങൾ സ്റ്റക്ക് ആയി വെച്ചോ, നിങ്ങൾക്ക് ഒരിക്കലും ഇത്രയും ഒരു അറ്റംപ്റ്റ് നിങ്ങൾക്ക് വരത്തില്ല. നമുക്കൊരു അത്യാവശ്യം മിസ്ലേനിയസ് എല്ലാം ചെയ്തു, ഈസി പസിൽസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു പസിലിൽ പോലും നിങ്ങൾ സ്റ്റക്ക് ആകാതെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഗുഡ് അറ്റംപ്റ്റ് എന്ന് പറയാൻ പറ്റുന്നത് ഒരു 22+ നമുക്ക് പറയാം. അത് ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്തവർക്ക് മാത്രമാണ് ആ ഒരു അറ്റംപ്റ്റ് കിട്ടിയിട്ടുണ്ടാകുക. ചിലർ 25+ ചെയ്തവരും ഉണ്ട്. റീസണിങ്ങിന്റെ കേസാണ്. ക്വാണ്ട് ആണെങ്കിലും ഫസ്റ്റ് ഷിഫ്റ്റിൽ അത്ര ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ആ ഒരു ടൈം ലിമിറ്റിൽ നമുക്ക് DI ആണ് കൂടുതലും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ കേസിലെ DI ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് വേരിയബിൾ ബേസ്ഡ് DI, റോങ് നമ്പർ സീരീസ് ചോദിച്ച ഷിഫ്റ്റ് ഉണ്ട്. അപ്പോ ഈ DI കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ഇച്ചിരി കാൽക്കുലേറ്റീവ് ആണെങ്കിൽ പോലും ആ ഒരു ടൈമിലേക്ക് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റണം. അപ്പോൾ ഒരു 12+, ഒരു 15+ ഒക്കെ നമുക്ക് ഈ ഒരു ആദ്യത്തെ ഷിഫ്റ്റിൽ അത്ര ബുദ്ധിമുട്ടുള്ള ഒരു ഷിഫ്റ്റ് ആയിരുന്നില്ല. ഫസ്റ്റ് ഷിഫ്റ്റും അതേപോലെ തന്നെ സെക്കൻഡ് ഷിഫ്റ്റും. അപ്പൊ നമുക്ക് ആദ്യത്തെ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിരുന്നു, ഈസി ടു മോഡറേറ്റ് എന്ന് നമുക്ക് ഫസ്റ്റ് ഷിഫ്റ്റ് പറയാം. സോ ഓൾമോസ്റ്റ് നമുക്കൊരു 60+ ഒരു ഗുഡ് അറ്റംപ്റ്റ് ആയിട്ട് പറയാം ആദ്യത്തെ ഷിഫ്റ്റിൽ. ഓക്കെ, ദെൻ രണ്ടാമത്തെ ഷിഫ്റ്റിലേക്ക് വരുമ്പോൾ റീസണിങ്ങിന്റെ കേസ് പറഞ്ഞാൽ ഇച്ചിരി ലെങ്തി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ലെങ്തി ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ മേ ബി അത്യാവശ്യം നല്ല പ്രാക്ടീസ് ഉള്ള ആൾക്കാണെങ്കിൽ പോലും ചിലപ്പോൾ ഒരു നമ്പർ ഓഫ് അറ്റംപ്റ്റ് ചിലപ്പോൾ റീസണിങ്ങിന്റെ കേസിൽ കുറയാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് ഒരു ഗുഡ് അറ്റംപ്റ്റ് നമുക്കൊരു 20+ അല്ലെങ്കിൽ ഒരു 18+ ഒക്കെ പറയാം സെക്കൻഡ് ഷിഫ്റ്റില്. പക്ഷെ ഇപ്പൊ ഒരു പസിൽസിൽ സ്റ്റക്ക് ആകാതെ നിന്ന് വളരെ വേഗത്തിൽ കണ്ടീഷൻസ് വായിച്ച് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അവിടെയും എന്ത് ചെയ്യാൻ പറ്റും, 20+ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഈ ഷിഫ്റ്റിലും അത്യാവശ്യം പസിൽസിന്റെ എണ്ണം ഒക്കെ കൂടുതലായിരുന്നു മിസ്ലേനിയസിനെ കാട്ടിലും. ദെൻ ക്വാണ്ട് ആണെങ്കിലും സെയിം ലെവൽ തന്നെയായിരുന്നു. അതായത് ഷിഫ്റ്റ് 1ഉം ഷിഫ്റ്റ് 2ഉം ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് സെയിം ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഒരു 15+ ഒക്കെ ചെയ്ത ഒരുപാട് ആസ്പിറൻസ് ഉണ്ട്. ഫസ്റ്റ് ഷിഫ്റ്റും സെക്കൻഡ് ഷിഫ്റ്റും കുഴപ്പമില്ല. പിന്നെ ഇംഗ്ലീഷിന്റെ കാര്യം ഓൾറെഡി ഞാൻ പറഞ്ഞു, ഒരു 28+ ഒക്കെ നല്ല രീതിയിൽ ഇംഗ്ലീഷ് സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ തന്നെ നമുക്കൊരു ടോട്ടൽ അറ്റംപ്റ്റ് ഒരു 60+ പറയാം. ആദ്യത്തെ 2 ഷിഫ്റ്റിലെ കാര്യമാണ് ഈ പറയുന്നത്. തേർഡ് ഷിഫ്റ്റും ഫോർത്ത് ഷിഫ്റ്റും ആണ് ശരിക്കും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഷിഫ്റ്റ് എന്ന് പറയുന്നത്. തേർഡ് ഷിഫ്റ്റും ഫോർത്ത് ഷിഫ്റ്റും QA നല്ല പാടായിരുന്നു. അപ്പോ അത്യാവശ്യം നല്ല കാൽക്കുലേറ്റീവ് ആയിരുന്നു. ആ ഒരു ടൈമിൽ നമ്മളൊരു 20 മിനിറ്റ്സ് ടൈം നമ്മൾ പറയുമ്പോൾ ആ ടൈമിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റണം അല്ലെ. അപ്പൊ ആ ടൈമിൽ ചെയ്തെടുക്കാൻ നമുക്കൊരു ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു ഈ 2 ഷിഫ്റ്റും. സോ ഒരു ഗുഡ് അറ്റംപ്റ്റ് എനിക്കൊരു 10+ പറയാം. തേർഡ് ഷിഫ്റ്റും ഫോർത്ത് ഷിഫ്റ്റും നാലാമത്തെ കാര്യമാണ് ഈ പറയുന്നത്. ദെൻ റീസണിങ് ആണെങ്കിലും നമുക്ക് നോക്കിക്കുന്നുണ്ട്, ഈസി ടു മോഡറേറ്റ് ആണ്. 5 പസിൽസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ട് പ്രാക്ടീസ് ഉള്ള ഒരാൾക്ക് ആ സമയത്ത് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ 2 വേരിയബിൾ പസിൽസ് ആണെങ്കിൽ പോലും ഇപ്പൊ നമ്മൾ എഴുതിയ ആസ്പിറൻസിനോട് ചോദിച്ചിട്ട് നമുക്ക് മനസ്സിലായ കാര്യം, ചിലത് നമുക്ക് വായിച്ച് വളരെ വേഗത്തിൽ കൊടുക്കാൻ പറ്റുന്ന പസിൽസാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ കണ്ടീഷൻസ് സ്പീഡിൽ എഴുതാനും എഴുതിയ കണ്ടീഷൻസ് ആ സമയത്ത് കണക്ട് ചെയ്യാനും നിങ്ങൾക്ക് പറ്റണം. എങ്കിലേ ഇത്രയും നമ്പേഴ്സ് നമുക്ക് ചെയ്തെടുക്കാൻ ആ ഒരു ടൈമിൽ പറ്റത്തുള്ളൂ. അത്രയും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രാക്ടീസ് ഉണ്ടായിരിക്കണം. ദെൻ ഇംഗ്ലീഷ് ഈസി ടു മോഡറേറ്റ് തന്നെയായിരുന്നു ഓൾമോസ്റ്റ് എല്ലാ ഷിഫ്റ്റും. 2 ദിവസത്തെ 4-ലെ നോക്കിയാലും 5-ലെ നോക്കിയാലും ഇംഗ്ലീഷ് ഓൾമോസ്റ്റ് ഈസി ആയിരുന്നു. സോ ഇവിടുത്തെ കേസിൽ നമുക്കൊരു 50+ അല്ലെങ്കിൽ മേ ബി ഒരു 48+ അല്ലെങ്കിൽ ഒരു 49+ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഷിഫ്റ്റിൽ നമുക്ക് പറയാം. ഇതേപോലെ തന്നെയായിരുന്നു ഫോർത്ത് ഷിഫ്റ്റും. അവിടെയും ക്വാണ്ട് എന്തായിരുന്നു, ഡിഫിക്കൽട്ട് ആയിരുന്നു. ആ ഷിഫ്റ്റിലും നമ്മളുടെ ക്വാണ്ട് ഡിഫിക്കൽട്ട് ആയിരുന്നു. ഇവിടെ 2 വേരിയബിൾ ബേസ്ഡ് DIs ഒക്കെ ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇച്ചിരി കൂടെ കാൽക്കുലേറ്റീവ് ആയിരുന്നു ക്വാണ്ടിന്റെ സെക്ഷൻ. അതുകൊണ്ട് തന്നെ ക്വാണ്ട് ഡിഫിക്കൽട്ട് ആയിരുന്നു ശരിക്കും. തേർഡും ഫോർത്തും QA നല്ല പാടായിരുന്നു. പക്ഷേ റീസണിങ്ങിന്റെ കേസ് പറയുമ്പോഴത്തേക്ക് ഈസി ടു മോഡറേറ്റ് ആണ്. 24+ ഒക്കെ അറ്റംപ്റ്റ് ചെയ്ത ഒരുപാട് ആസ്പിറൻസ് ഉണ്ട്. ഇംഗ്ലീഷിന്റെ കേസ് ഓൾറെഡി ഞാൻ പറഞ്ഞു, 28+, 30+ എടുത്ത മീൻസ് അത്രയും അറ്റംപ്റ്റ് ചെയ്ത ഒരുപാട് ആസ്പിറൻസ് ഉണ്ട്. QA ആണ് ഓവറോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിട്ട് വന്ന പാർട്ട്. ഇപ്പൊ അത്യാവശ്യം പ്രാക്ടീസ് ഉള്ള ഒരാൾക്ക് പോലും ആ സമയത്ത് അത്രയും എണ്ണം ചെയ്തെടുക്കാൻ പറ്റിയപ്പോൾ മേ ബി ചെയ്ത ആസ്പിറൻസ് ഉണ്ടായിരിക്കും ഉറപ്പായിട്ടും. ഞാനൊരു ആവറേജ് കേസാണ് ഈ പറയുന്നത്. ഇനിയും 5th ഓഗസ്റ്റിലെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് റീസണിങ് കുഴപ്പമില്ല, 25+. ഇപ്പം അത്യാവശ്യം ലാസ്റ്റ് ഒക്കെ ആയിട്ട് ആൻസേഴ്സ് മാത്രം മീൻസ് നമുക്ക് ക്ലിക്ക് ചെയ്ത് എത്താൻ പറ്റാത്ത സിറ്റുവേഷൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. എങ്കിലും 24+, 25+ ഒക്കെ ചെയ്ത ഒരുപാട് ആസ്പിറൻസ് നമുക്കുണ്ട് 5-ാം തീയതിയില്. അതേപോലെ QA ആണെങ്കിലും കഴിഞ്ഞ ദിവസത്തെ അത്രയും ഡിഫിക്കൽട്ട് അല്ല, എങ്കിലും ഒരു 15+ അല്ലെങ്കിൽ നമുക്കൊരു 12+ പറയാം.
12+ ചെയ്താൽ അതൊരു ഗുഡ് അറ്റംപ്റ്റ് ആണെന്ന് നമുക്ക് പറയാം 5ാമത്തെ കേസിൽ. ഇംഗ്ലീഷ് പക്ഷെ ഒരു 30+ ഒക്കെ ചെയ്ത ഒരു, കാരണം ഞാൻ പറഞ്ഞാൽ ഈസിയാണ്, 40 ക്വസ്റ്റ്യന് 20 മിനിറ്റേ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ നല്ല രീതിയിൽ. ഒരു കാര്യമുണ്ട്, ആക്യുറസി മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. നമ്മൾ എത്ര അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ക്വാണ്ടിനും റീസണിങ്ങിനും ആണെങ്കിൽ നമുക്ക് നെഗറ്റീവ് വരുമെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് കിട്ടിയ ആൻസർ ആയിരിക്കുമല്ലോ നമ്മൾ കൊടുത്തിട്ടുണ്ടാകുക. പക്ഷെ ഇംഗ്ലീഷിന്റെ കേസിലാണ് എങ്കിലും ഓൾമോസ്റ്റ് നിങ്ങൾ എല്ലാവരും കറക്റ്റ് കുത്തിയിട്ടില്ല, നമുക്ക് അത്യാവശ്യം അറിയാവുന്ന കാര്യങ്ങളായിരിക്കും ചെയ്തിട്ടുണ്ടായിരിക്കുക എന്ന് കരുതുന്നു. അപ്പൊ ഇത്രയും ഷിഫ്റ്റ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, 4ാമത്തെ 3rd ഷിഫ്റ്റും 4th ഷിഫ്റ്റും ആണ് നല്ല ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഷിഫ്റ്റ് ആയിട്ട്. ഇപ്പൊ ആസ്പിറൻസിന്റെ കയ്യിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല, മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ പറയുക, അല്ലെങ്കിൽ എഴുതിയ ഒരുപാട് ആസ്പിറൻസ് ഉണ്ട്. അപ്പൊ അവരുടെയും കൂടെ അപ്പൊ അത്യാവശ്യം നമുക്കറിയാലോ എങ്ങനെ നമ്മൾ ചെയ്തു വരുന്ന ഒരു ലെവലിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതിൽ നിന്നാണ് നമുക്ക് ഇത്രയും ഈ ഒരു ഷിഫ്റ്റില് 3rd ഷിഫ്റ്റും 4th ഷിഫ്റ്റും ആയിരുന്നു QA ഡിഫിക്കൽട്ട്. അവിടെ നിങ്ങൾക്ക് ഒരു 48+ ഒരു 50+ അറ്റംപ്റ്റ് പറഞ്ഞാലും ബാക്കിയൊക്കെ ഒരു ഗുഡ് അറ്റംപ്റ്റ് എന്ന് പറയുന്നത് 60+ ആണ്. ഞാൻ വെറുതെ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല, അതുകൊണ്ട് തന്നെയാണ് ആദ്യം തന്നെ ഞാൻ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് നിങ്ങളെ കാണിച്ചത്, അല്ലെ? അപ്പോ നമുക്കും ഈ വർഷവും ഓൾമോസ്റ്റ് ഒരു 60+ അല്ലെങ്കിൽ ഒരു 58+ എന്തായാലും കട്ട് ഓഫ് മുന്നോട്ടേക്ക് പോകും. പിന്നെ അതിലും കുറഞ്ഞ നമുക്ക് സന്തോഷം. ഇപ്പൊ ഈ കാണുന്ന ഒരു ലെവൽ വെച്ചിട്ട് നമുക്ക്, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഒരു ക്വസ്റ്റ്യൻസിന്റെ ലെവലും ഈ വർഷത്തെ ക്വസ്റ്റ്യൻസിന്റെ ലെവലും കൂടെ വെച്ചിട്ട് എന്തായാലും ഒരു 60+ അല്ലെങ്കിൽ ഒരു 58, 59+ എന്തായാലും നമുക്ക് കട്ട് ഓഫ് മുന്നോട്ടേക്ക് പോകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോ ഇപ്പം വെറുതെ ഞാൻ വെറുതെ ഒരു 45 എന്ന് പറയാം, അല്ലെങ്കിൽ വെറുതെ അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണല്ലോ മുന്നോട്ടേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പൊ ചിലപ്പോൾ ഈ കൂട്ടത്തില് ഒരു 55+ അറ്റംപ്റ്റ് ചെയ്തവരുണ്ടാകും, 50+ അറ്റംപ്റ്റ് ചെയ്തവരുണ്ടാകും. ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത്? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കണം? എന്തായാലും SBI PO പ്രിലിംസ് കഴിഞ്ഞു, അതിന്റെ റിസൾട്ട് എന്തായാലും വിത്തിൻ 2-3 വീക്സ് വരും, അല്ലെ? അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ വേണ്ടത്? നമുക്കിനി അടുത്ത സ്റ്റെപ്പ് എക്സാംസ് ഏതൊക്കെയാ ഉള്ളത് ശരിക്കും? ഇനി മെയിൻസിന് പഠിക്കണം. എനിക്ക് പറയാനുള്ളത് 50+ അറ്റംപ്റ്റ് ചെയ്ത എല്ലാവരും മെയിൻസിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോളാം. അപ്പോ എനിക്ക് 50+ എന്ന് കൂടെ ഞാൻ പറയുന്നില്ല, 45+ ഉള്ളവരെല്ലാവരും മെയിൻസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തോ. അത് SBI POയ്ക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, നമുക്ക് മുന്നോട്ടുള്ള ഒരുപാട് എക്സാംസിന് അത് നിങ്ങളെ ഹെൽപ്ഫുൾ ആകും. ഇപ്പൊ നിങ്ങൾക്ക് സപ്പോസ് SBI POയുടെ പ്രിലിംസ് കിട്ടിയില്ലെങ്കിൽ പോലും മുന്നോട്ട് വരുന്ന ഒരുപാട് എക്സാംസ് ഉണ്ട്. അടുത്ത പ്രിലിംസ് എന്ന് പറയുന്നത് നമുക്ക് ഏതൊക്കെ എക്സാംസ് വരിക? അടുത്ത പ്രിലിംസ് എന്ന് പറയുന്നത് നമുക്ക് IBPS PO ഉണ്ട്, ദെൻ IBPS ക്ലർക്ക് ഉണ്ട്, ദെൻ SBI ക്ലർക്ക് ഉണ്ട്. ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നത് മാത്രമാണ് ഞാൻ ഈ എഴുതിയേക്കുന്നത്. SBI ക്ലർക്ക് ഉണ്ട്, ഇത്രയും പ്രിലിംസും ഉണ്ട്. ഇത് കൂടാതെ നമുക്കിനി മെയിൻസ് വരുന്നത് ഏതൊക്കെയാ? ആദ്യം നമുക്ക് വരുന്ന മെയിൻസ് എന്ന് പറയുന്നത് SBIയുടെ മെയിൻസ് ഉണ്ട്, ദെൻ IBPS POയുടെ മെയിൻസ് ഉണ്ട്, ദെൻ ആണ് IBPS ക്ലർക്ക്. അല്ല, IBPS ക്ലർക്ക് മെയിൻസിന് മുന്നേ നമുക്ക് SBI ക്ലർക്ക് മെയിൻസും ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് SBI PO എഴുതിയ സമയത്ത് നിങ്ങൾക്ക് പറ്റിയ കുറെ പോരായ്മകൾ ഉണ്ടായിരിക്കും. ഇപ്പൊ മേ ബി ഏതെങ്കിലുമൊക്കെ പസിൽസിൽ സ്റ്റക്ക് ആയിട്ട് റീസണിങ്ങിന് നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് കുറഞ്ഞവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ ക്വാണ്ടിലാണെങ്കിലും ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ലെവൽ ഏതാണെന്നുള്ളത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് SBI PO എഴുതി കഴിഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്ന ഒരു ലെവൽ ഏതാണ്, ഞാൻ ഇനി എത്രത്തോളം പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾക്ക് അവിടെ 3 സബ്ജക്റ്റ് ഉണ്ടായിരുന്നു, ആ 3 സബ്ജക്റ്റിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്ന ഏരിയ ഏതാണ്, അത് നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. അത് ഈ വരുന്ന ദിവസങ്ങളിൽ എന്ത് ചെയ്യുക? നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതാണ് നിങ്ങൾ ഈ വരുന്ന ദിവസങ്ങളിൽ ചെയ്യേണ്ടത്. IBPS POയുടെ പ്രിലിംസ് എന്ന് പറയുന്നത് 17, 23, 24 തീയതികളിലാണ്, അല്ലെ? ഇനി കുറച്ച് ദിവസം മാത്രമേ നമുക്ക് മുന്നോട്ടേക്കുള്ളൂ, അല്ലെ? ഒരു 10-12 ദിവസം മാത്രമാണ് നമുക്ക് മുന്നോട്ടേക്കുള്ളത്. അപ്പൊ ഈ സമയത്ത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമ്മുടെ പ്രിപ്പറേഷൻ ഇപ്പൊ ഓൾറെഡി നിങ്ങൾ പ്രിപ്പറേഷനിലായിരുന്നു. അപ്പൊ ഈ സമയത്ത് നിങ്ങൾ കണ്ടിന്യൂസ്ലി IBPSന്റെ മോക്ക് ചെയ്യുക. ഫസ്റ്റ് POയ്ക്ക് ഇപ്പൊ എന്തായാലും PO അയച്ചിട്ടുണ്ടായിരിക്കും നിങ്ങൾ, അപ്പൊ POയ്ക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. അതിനുശേഷം മാത്രമായിരിക്കും നമുക്ക് എന്തിന്റെ പ്രിലിംസ് വരിക? SBI ക്ലർക്ക്. ഇപ്പം ആദ്യം IBPS ക്ലർക്ക് അല്ല, സോറി, രണ്ടാമത് IBPS ക്ലർക്ക് അല്ല, രണ്ടാമത് നമുക്ക് SBI ക്ലർക്കാണ് വരിക. സെപ്റ്റംബർ 2nd, 3rd വീക്ക് ഉണ്ടായിരിക്കും നമ്മളുടെ എക്സാം. നോട്ടിഫിക്കേഷൻ വന്ന കാര്യമൊക്കെ നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടായിരിക്കും, അല്ലെ? അപ്പോ നമ്മൾ വേക്കൻസിയെ പറ്റിയിട്ടോ, അല്ലെങ്കിൽ ഇപ്പം 274 ഇതിന്റെ വേക്കൻസി ഉണ്ട്, IBPS ക്ലർക്കിന് 330 ഉണ്ട്, എന്തായാലും 500+ വേക്കൻസീസ് ഇല്ലേ?
അത് മാത്രം ചിന്തിക്കാം, നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് മുന്നോട്ടേക്ക് പോവുക. ഈ ഒരു വീക്ക് നിങ്ങൾ IBPS POയുടെ മോക്ക് ചെയ്യുക. മോക്ക് വെറുതെ മാത്രം ചെയ്താൽ പോരാ, അത് അനലൈസ് ചെയ്യണം. ഇനി നിങ്ങൾക്ക് എക്സാമിന്റെ ടൈമിൽ നിങ്ങൾ ഓരോ സബ്ജക്റ്റിനകത്തിലും ഏത് ടോപ്പിക്ക് വന്നപ്പോഴാണോ നിങ്ങൾ സ്റ്റക്ക് ആയത് അത് കൂടുതൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. പസിൽസ് ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ദിവസം മിനിമം നിങ്ങൾ ഒരു 10 പസിൽസ് വീതം ചെയ്യുക. PO ലെവൽ അവിടെ നമുക്ക് റീസണിങ്ങിന് വെയിറ്റേജ് കൂടുതലാണ്. 35 ക്വസ്റ്റ്യന് 40 മാർക്കുമാണ് IBPS PO വരിക. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. ഇതിന്റെ കൂട്ടത്തില് മെയിൻസും കൂടെ നിങ്ങൾ പാരലലി ചെയ്തു പോയേ പറ്റൂ. കാരണം SBI POയുടെ മെയിൻസ് ഉണ്ട്. അതിനുശേഷം IBPS ക്ലർക്കിന്റെ പ്രിലിംസ് വരുന്നത് ഒക്ടോബറിലാണ്. ഒക്ടോബർ 4, 5, 11. അതേപോലെ തന്നെ 12-ന് നമുക്ക് IBPS POയുടെ മെയിൻസ് ഉണ്ട്. അപ്പൊ ഇത് രണ്ടും പ്രിലിംസും മെയിൻസും ഇടയ്ക്കിടയ്ക്ക് വരുന്നത് കൊണ്ട് തന്നെ രണ്ടും ഒരുമിച്ച് മുന്നോട്ട് പോയേ പറ്റൂ. അപ്പൊ രണ്ടും എങ്ങനെ മാനേജ് ചെയ്യും? നിങ്ങൾ 1 റൗണ്ട് പ്രിലിംസിന്റെ ടോപ്പിക്സ് എല്ലാം കവർ ചെയ്തു എങ്കിൽ നിങ്ങൾ അത്യാവശ്യം പ്രാക്ടീസ് ഉണ്ട്, അത്യാവശ്യം സ്പീഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡെയിലി ഒരു മോക്ക് ചെയ്യുക, പ്രിലിംസിന്റെ ഒരു മോക്ക് ചെയ്യുക, അനലൈസ് ചെയ്യുക. അപ്പൊ കൂടി വന്നാൽ നിങ്ങൾക്ക് ഒരു 1.5 മണിക്കൂർ മാത്രമാണ് പ്രിലിംസിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരിക. പ്രിലിംസ് നന്നായിട്ട് ഒക്കെ ആയിട്ടുള്ളവരോടാണ് ഞാൻ ഈ പറയുന്നത്. ബാക്കി ഫുൾ ടൈം നിങ്ങൾ എന്തിന് സ്പെൻഡ് ചെയ്യുക? മെയിൻസിന് സ്പെൻഡ് ചെയ്യുക. ഇപ്പൊ റീസണിങ് ആണെങ്കിലും ക്വാണ്ട് ആണെങ്കിലും റീസണിങ്ങിൽ ഹൈ ലെവൽ പസിൽസ്, അതേപോലെ തന്നെ മിസ്ലേനിയസിൽ തന്നെ ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്തേ പറ്റൂ. എൻറ്റയർ സിലബസ് മെയിൻസിന്റെ കംപ്ലീറ്റ് ചെയ്യണം. ക്വാണ്ട് ആണെങ്കിലും അതേപോലെ, ഇംഗ്ലീഷ് ആണെങ്കിലും സെയിം. ആൻഡ് 6 മാസത്തെ കറണ്ട് അഫേഴ്സും. ഇനി പ്രിലിംസ് ഒന്നും നിങ്ങൾക്ക് ഒക്കെ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യുക? ആ എൻറ്റയർ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക. പ്രിലിംസിന്റെ കംപ്ലീറ്റ് എൻറ്റയർ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് പ്രിലിംസ് നിങ്ങൾ ഓക്കെ ആക്കിയിട്ട് വേണം മെയിൻസിലേക്ക് വരാൻ. കാരണം പ്രിലിംസ് കിട്ടാതെ ഒരിക്കലും മെയിൻസ് എഴുതാൻ നമുക്ക് പറ്റില്ല. ഇപ്പൊ നിങ്ങൾ ഒരു ബിഗിനർ ആണ്, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളെങ്കിൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ എൻറ്റയർ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഞാനിപ്പം SBI POയിലാണെങ്കിൽ പോലും 45+ അറ്റംപ്റ്റ് ഉള്ളവർ മെയിൻസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞത് നിങ്ങൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് ടോപ്പിക്സ് കംപ്ലീറ്റ്ലി അറിയാമായിരിക്കും അല്ലെ. പ്രിലിംസിന്റെ കേസിൽ നിങ്ങൾക്ക് സ്പീഡ് കൂടുകയാണ് വേണ്ടത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് ഏത് ഏരിയ ആണോ പ്രശ്നം ആ ഏരിയ കൂടുതൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 2.5 മണിക്കൂർ പ്രിലിംസിന് കൊടുത്തുകൊണ്ട് ബാക്കി ടൈം മെയിൻസിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണം. എങ്കിലേ നമുക്ക് വരുന്ന മെയിൻസും എഴുതിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. SBI ക്ലർക്കിന്റെ മെയിൻസ് എന്തായാലും എപ്പോഴുണ്ട്? നമുക്ക് നവംബറിലുണ്ട്. അപ്പൊ ഇപ്പോഴേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ മാത്രമേ ആ മെയിൻസ് നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റൂ. ഓക്കെ, IBPS ക്ലർക്കിന്റെ മെയിൻസ് നമുക്ക് നവംബറിലേക്ക് വരും. ഓക്കെ, അപ്പൊ മെയിൻസ് എങ്ങനെ പഠിക്കും? മെയിൻസിന് എന്തൊക്കെ സിലബസ് ആണെന്ന് അറിയത്തില്ല. മെയിൻസ് മീൻസ് 100% മെയിൻസ് എങ്ങനെ പഠിക്കും? അത് ക്വാണ്ട് ആണെങ്കിലും റീസണിങ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും കറണ്ട് അഫേഴ്സ് ആണെങ്കിലും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ അസൈലം ബാങ്കിങ് ടീം മെയിൻസ് ബൂസ്റ്റർ ബാച്ച് 2.0 എത്തിയിരിക്കുകയാണ്. നമ്മൾ ബേസ് തൊട്ട്, അതായത് മെയിൻസിന്റെ എന്തൊക്കെയാണോ ടോപ്പിക്സ് ഉള്ളത് അത് 100% സിലബസ് നമ്മൾ കവർ ചെയ്യും. അത് ഇപ്പൊ പസിൽസ് ആയിക്കോട്ടെ, റീസണിങ്ങിന്റെ കേസിൽ ഹൈ ലെവൽ പസിൽസ് ആയിക്കോട്ടെ, മിസ്ലേനിയസ് ആയിക്കോട്ടെ, ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, ക്രിട്ടിക്കൽ റീസണിങ് ആയിക്കോട്ടെ, A to Z നമ്മൾ കംപ്ലീറ്റ് കവർ ചെയ്യുന്നതായിരിക്കും. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിലും ഹൈ ലെവൽ DA ആയിക്കോട്ടെ, അല്ലെങ്കിൽ കേസ്ലെറ്റ് DA ആയിക്കോട്ടെ, അരിത്തമെറ്റിക് ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, സ്പീഡ് മാത്സ് സെക്ഷൻ ആയിക്കോട്ടെ, എല്ലാം നമ്മൾ ഈ ഒരു ബാച്ചിലൂടെ കവർ ചെയ്യുന്നതായിരിക്കും. ഇംഗ്ലീഷിന്റെയും ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ്, അതേപോലെ തന്നെ 6 മാസത്തെ കറണ്ട് അഫേഴ്സ്, നിങ്ങൾക്ക് എന്നാണോ എക്സാം വരുന്നത് അതുവരെ, അതായത് ജനുവരി 31 വരെയുള്ള എല്ലാ മെയിൻസിനും നമ്മൾ ഈ ഒരു ബാച്ചിലൂടെ നിങ്ങൾക്ക് സപ്പോർട്ട് തരുന്നതായിരിക്കും. ബാങ്ക് എക്സാംസിന്റെ കംപ്ലീറ്റ് മെയിൻസിന്റെ സിലബസ് നമ്മൾ ഈ ഒരു ബാച്ചിലൂടെ നിങ്ങൾക്ക് കവർ ചെയ്ത് തരും. ഇനി നിങ്ങൾ മെയിൻസ് കഴിഞ്ഞു, ഇപ്പൊ PO എക്സാം ആകുമ്പോഴത്തേക്കിനും നമുക്ക് ഇന്റർവ്യൂ ഉണ്ടാകും. സോ അതിനുശേഷമുള്ള ഗ്രൂപ്പ് ഡിസ്കഷനും ഇന്റർവ്യൂവിനും ഈ ബാച്ചിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് 20-നാണ്. ഡെയിലി 2 to 3 അവർ ആയിരിക്കും നമ്മളുടെ ക്ലാസ്സസ് വരിക. വീക്ക്ലി 5 to 6 ഡേയ്സ് ആയിരിക്കും നമ്മുടെ സ്കെഡ്യൂൾ. ഓക്കെ, ഇത് മെയിൻസിന്റെ കാര്യമാണ്. ഇപ്പൊ പ്രിലിംസ് ഓക്കെ ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പൊ പ്രിലിംസ് അത്യാവശ്യം അറിയാം, മെയിൻസ് ആണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളെങ്കിൽ മെയിൻസ് ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യുക. പ്രിലിംസ് ഓക്കെ ആയിട്ടുള്ളവര്. പക്ഷേ ഞങ്ങൾക്ക് ബേസ് തൊട്ടേ അറിയില്ല, ഞങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഓൺലൈൻ ആയിട്ടും ഓഫ്ലൈൻ ആയിട്ടും ക്ലാസ്സസ് ഉണ്ട്. അതേപോലെ റിപ്പീറ്റേഴ്സ് ബാച്ചും ഓൺലൈനും ഉണ്ട്, ഓഫ്ലൈനും ഉണ്ട്. ഓഫ്ലൈൻ ആയിട്ട് നമ്മുടെ കോഴിക്കോട് വെസ്റ്റ് ഹിൽ ക്യാമ്പസിൽ ന്യൂ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ടാണ് ജോയിൻ ചെയ്യാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വേഗത്തിൽ തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കാം. ഓക്കെ, ഇനി ഓൺലൈൻ ആയിട്ടാണെന്നുണ്ടെങ്കിൽ ബേസ് മുതൽ പഠിക്കാൻ വേണ്ട നമ്മുടെ ബാച്ച് എന്ന് പറയുന്നത് IBPS SBI ടാർഗറ്റ് ബാച്ച് ആണ്. അപ്പൊ അതില് നമ്മൾ പ്രിലിംസും മെയിൻസും ഇന്റർവ്യൂവും ഗ്രൂപ്പ് ഡിസ്കഷനും എല്ലാം നമ്മൾ ഇതിൽ കവർ ചെയ്യുന്നതായിരിക്കും. ബേസ് ടു അഡ്വാൻസ് ആണ് നിങ്ങൾക്ക് പഠിക്കേണ്ടതെങ്കിൽ, അതായത് നിങ്ങൾക്ക് പ്രിലിംസിന്റെ ടോപ്പിക്സും ഒന്നും അറിയില്ല, ഫ്രം
ബിഗിനിങ്ങിൽ നിന്നാണ് പഠിക്കേണ്ടതെങ്കിൽ നിങ്ങൾ ഓൺലൈൻ ആയിട്ടാണെങ്കിൽ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഓഫ്ലൈൻ ആയിട്ടാണെന്നുണ്ടെങ്കിൽ കോഴിക്കോട് വെസ്റ്റ് ഹിൽ ക്യാമ്പസിലാണ് നമ്മളുടെ ക്ലാസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. എനിക്ക് എല്ലാവരോടും ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്.